ഹായ് ഹലോ. ഇന്ന് ഞാനൊരു ചെറിയ കുക്കിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പൊതുവേ മത്തി വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യും, അതുപോലെ തന്നെ കറി വെക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു അതിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ട് വലിയ വലിയ കുക്കിംഗ് വ്ലോഗേഴ്സൊക്കെ കുക്കിംഗ് ചെയ്യില്ല, അതുപോലെ അങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ചെയ്യാറുണ്ട്. ഉണ്ടാക്കുന്ന ഫുഡ് അതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ വളരെ ടേസ്റ്റ് കൂടുതലാണെന്നാണ് കേട്ടോ കഴിക്കുന്ന ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് മത്തി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മത്തി മസാല എന്ന് പറയൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കും മന്തിന്ന്, മന്തിയല്ല മത്തി മസാല. എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന മണി ബട്ടൺ ഇല്ലേ, അതൊന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നിട്ട് എൻ്റെ കൂടെ കൂടുക. പിന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്ന് പറയാം. എനിക്ക് ഒരു കുഴപ്പമില്ല. മത്തി മസാലയെന്ന് പറയുമ്പോൾ ചിലവർ വിചാരിക്കും എന്ത് മന്തി മസാലയെന്നോ, അങ്ങനെയൊന്നുമല്ല. ഇത് മത്തി മസാലയാണ് കേട്ടോ. നമ്മൾ പൊതുവേ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെറൈറ്റി ചിക്കൻ റെസിപ്പീസൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് മത്തിയിലൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ എന്താണെന്നൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ മത്തിയിൽ പല പല വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് പൊതുവേ ചിക്കനൊക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ നേരത്ത് മസാലാസൊക്കെ കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു മസാല ഗ്രേവി പോലെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ മത്തിക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയും നമ്മളെല്ലാം കൂടി ഇട്ട് വെള്ളം ചേർക്കാണ്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനുണ്ട്. പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് എന്തോ പോലെ തോന്നി. എനിക്ക് ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് അങ്ങോട്ട് മുരിയുമ്പോൾ ഉള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ടോ സുഹൃത്തുക്കളെ, ദേ ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. ഞാൻ മത്തി ഒരു 1/4 കിലോത്തോളം മത്തി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 1/4 കിലോ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ റെസിപ്പി പരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ ആദ്യമായിട്ടൊക്കെ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഒരുപാട് നമ്മൾ എടുത്ത് പരീക്ഷിക്കാറില്ല. പക്ഷേ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉദിച്ചു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് മത്തി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ വേറെ കുറച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്യാനും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് കുറച്ചേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിനൊക്കെ ശേഷം ആദ്യം കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ. ഉലുവയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാണ്. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള പൊടികൾ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഞാനിവിടെ മത്തിയിൽ ഗരം മസാല ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും മത്തിയിൽ ഗരം മസാലയോ വല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയില്ല, അപാര ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ആദ്യത്തെ ടൈം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. പൊടികളിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരി പിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മൾ സിമ്മ് കുറച്ചിട്ടിട്ടേ ഇത് ചെയ്തെടുക്കാവൂ. പിന്നെ നമ്മൾ അതൊന്ന് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ല, നമ്മുടെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ ആ ഒരു മസാല അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഇടണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തില്ല. അതും കൂടി ഇട്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നമ്മുടെ മല്ലിയിലയും ഇടായിരുന്നു, പുതിനയുടെ ഇല, അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടിയേനെ. അപ്പോൾ ഞാൻ ഈ മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും മാറരുത്. നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. കാരണം ഇതിങ്ങനെ അരച്ച് വെച്ച ഒരു പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട്, പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ടൊക്കെ ഇത് കരി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇവിടെ തന്നെ നിന്ന് ക്ഷമയോടുകൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ തക്കാളി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലിയ ബടാ തക്കാളി ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ മീഡിയം സൈസ് 2 തക്കാളി ചേർത്ത് വെച്ചാൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അതുപോലത്തെ തക്കാളി ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു ആ തക്കാളിയുടെ ഹാഫ് എടുത്തിട്ടാണ് ചേർത്തേക്കുന്നത്. അപ്പം തക്കാളി ചേർക്കുമ്പോൾ ഓൾറെഡി പുളി കിട്ടൂല. അപ്പം നമ്മൾ മറ്റേ കുടപ്പുളി ഉണ്ടല്ലോ, കുടപ്പുളി നമ്മൾ ചേർക്കും. അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടപ്പുളിയുടെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടപ്പുളി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ചേ ചേർക്കാമുള്ളൂ. ഓൾറെഡി തക്കാളി നമ്മൾ ചേർത്തതുകൊണ്ട് കുടപ്പുളിയുടെ പുളിയും കൂടി വരുമ്പോൾ ഒത്തിരി പുളിയാവും കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ആ പച്ച ചുവയൊക്കെ, അതായത് തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ പച്ചത്തക്കാളിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ. ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറി വന്നെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ, അതായത് ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ആ പുളിവെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കാൻ. 2 പുളിയാണ് ചേർക്കാൻ പോകുള്ളൂ. അത്രയും വേണ്ടി വരില്ല. നമ്മൾ തക്കാളി എന്തോരം യൂസ് ചെയ്യുന്നോ അത്രയും അതിനനുസരിച്ച് കുറച്ചാണ് വാളംപുളി അവിടെ ചേർത്ത്
ചേർത്ത് കൊടുക്കാൻ പോകും. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞൊരു പരുവം വന്നു കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ മത്തി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ചാറുകറിയുമല്ല, ഒരു ഗ്രേവി പരുവമല്ല. അമ്മ നന്നായിട്ട് ഈ ചാറും ഗ്രേവിയും എഗ്ഗിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് ഏതാണ്ട് ഒരു ഫ്രൈ രൂപത്തിൽ വരും കേട്ടോ. ആ ഒരു രൂപമാണ് ഈ മത്തിക്ക് ഉണ്ടാകുന്നത്. ഫൈനലി ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മത്തി കുറച്ചേ ഉള്ളൂ, ഇതൊരു 1/4 കിലോത്തോളം കാണുമായിരിക്കും. അപ്പോൾ ഞാനത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഒന്ന് ആ മത്തിയുടെ മേലേക്കോട്ടൊക്കെ ഒന്ന് ചിറ്റിച്ച് ഒഴിച്ചൊക്കെ കൊടുക്കുകയാണ്. കാരണം മേലെയൊക്കെ ഇങ്ങനെ പച്ചിച്ച് മത്തി ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൽ മുങ്ങിക്കിടന്ന് ഒന്ന് വെന്ത് വഴണ്ടി വരണം. പക്ഷേ ഇത് വേവിക്കാൻ നേരത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിം അപ്പോഴും കുറച്ചേ ഇടാമുള്ളൂ. കാരണം ഇത് ഇങ്ങനെ കിടന്ന് വെന്ത് വരേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പം മാക്സിമം നമ്മൾ കുറച്ച് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് എല്ലാ വശമൊക്കെ ഒന്ന് 2 സൈഡും നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ ഈ സത്യം പറഞ്ഞ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് തോന്നും ഇത് നമുക്ക് ഫ്രൈ രൂപത്തിൽ, അതായത് വെളിച്ചെണ്ണയിൽ ഡയറക്റ്റ് മസാല തേച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി കൊണ്ടുവന്ന റെസിപ്പി ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. എന്നാലാണ് ആ പുളിയും ഉപ്പും നമുക്കുള്ള മീൻകറിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടാവുന്ന ആ പുളിയൊക്കെയല്ലേ, ആ പുളിയും ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലും ഒക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ആ മസാലയിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ രൂപത്തിൽ തന്നെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി എടുത്തിട്ട് കുറച്ച് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. ഒരു മീനും കുറച്ച് ഗ്രേവിയും കൂടി എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ മക്കളെ, ഒന്നും നമുക്ക് വേറെ എന്തൊക്കെ കഴിച്ചാലും നമുക്ക് കിട്ടില്ല. ആ ഒരു ഫീലാണ്. നമുക്ക് ഇത് ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുളി അങ്ങനെ കിട്ടില്ലല്ലോ. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പുളി അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കുടപ്പുളി ചേർക്കുന്നുണ്ട്. അത് കുറച്ച് അതിനനുസരിച്ച് കുറയ്ക്കണം കേട്ടോ കുടപ്പുളിയുടെ അളവ്. അല്ലെങ്കിൽ ഒരുപാട് പുളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കില്ല. പിന്നെ നമ്മൾ അതൊന്ന് കുക്കായി വന്ന ആ ടൈമിലുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറിവേപ്പില കുറച്ച് മുമ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാണ്ട് അത് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് നമ്മളിങ്ങനെ ഈ കറി ഇളക്കണ പോലെ നമ്മൾ ഇളക്കരുത് കേട്ടോ. നമ്മൾ അങ്ങനെ ഈ ഫിഷിനെ ഇളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫിഷിൻ്റെ ആ മീറ്റൊക്കെ ഉണ്ടല്ലോ അത് ഇളകിപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇളക്കിയല്ല, നമ്മളിങ്ങനെ പൊക്കിയെടുക്കില്ലേ, അതുപോലെ പൊക്കിയെടുത്ത് കൊടുക്കും കേട്ടോ. ഫൈനൽ രൂപം എന്ന് പറയുന്നത്, ഫൈനൽ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ മാക്സിമം അതിൻ്റെ മസാല കരിയാണ്ട് ഇങ്ങനെ ക്ഷമയോടെ നിന്ന് ഇങ്ങനെ മറിച്ചും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഏകദേശം എൻ്റെ ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് മാക്സിമം ഇനി ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കണമെങ്കിൽ ആക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു, അയ്യോ എൻ്റെ മത്തിയിൽ ഞാൻ വരയിട്ട് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഞാൻ മറന്നു പോയതായിട്ട്. സാധാരണ നിലയിൽ ഞാൻ ഇങ്ങനെ മത്തി കൊണ്ടുവന്നിട്ട് ഞാൻ കറിയാണ് വെക്കുന്നത്. കറി വെക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ഇതുപോലെ നന്നാക്കി എടുത്തത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കഴുകി വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ. പക്ഷേ അതിൽ നിന്ന് എടുത്തപ്പോൾ പിന്നെ നമ്മൾ വര ഇടാനായിട്ട് മറന്നു കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ വരയൊക്കെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ആയിരിക്കും, മസാല ഇറങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ദേ മത്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് പുട്ടുണ്ടാക്കിയാലും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് ചോറും ഈ 2 മത്തിയും കൂടി ചേർത്ത് അങ്ങോട്ട് എടുത്തിട്ട് ഒരു പിടി പിടിക്കാണ്. വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട മക്കളെ. ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പറ ചോറുണ്ണും. അതുപോലത്തെ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നേരത്ത് നിങ്ങൾ ഓർക്കും, ഓ ഇത് സിമിനാസ് വ്ലോഗ്സ് പറഞ്ഞു തന്ന റെസിപ്പി ആണല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും എന്നെ ഓർക്കും. അങ്ങനെ ഓർക്കണം കേട്ടോ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ വീട്ടിൽ മത്തി വരുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ടേസ്റ്റും ആവും, ഒരു റെസിപ്പിയും ആവും, അപ്പോൾ എന്നെ ഓർക്കലും ആവും. അപ്പോൾ എങ്ങനെയുണ്ട്, ഒരു ഒരിക്കൽ 2 പക്ഷേ ആയില്ലേ. അപ്പോൾ ഞാൻ ഇതിരുന്ന് കഴിക്കാൻ കേട്ടോ മക്കളെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അവസാനം ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് മല്ലിയില ഇടാമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഇട്ട് കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. ടാറ്റാ.